ഹലോ, വെൽക്കം ടു ഹോം ഗാർഡൻ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ടെറസിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. സോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 25 ഫ്രൂട്ട് പ്ലാന്റ്സ് ടെറസിലുണ്ട്. പിന്നെ കുറച്ച് അല്ലാതെയൊക്കെ ഉള്ളത് ചെറുത് താഴെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെന്ന് വെച്ചാൽ നല്ല വെയിലൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലെ ഓരോ പ്ലാന്റ്സായിട്ട് പരിചയപ്പെടാം. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് വെരിഗേറ്റഡ് ഓറഞ്ചാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൽ ഒത്തിരി കായൊക്കെ വന്നിട്ടുണ്ടോ. ഇത് ഇവിടെ നിറയെ കായുണ്ട് എല്ലാ സൈഡിലുമായിട്ട്. ഞാനിത് വാങ്ങി വെച്ചിട്ട് ഒരു 1 year ആയിട്ടേ ഉള്ളൂ. അതുപോലെ ചെറിയൊരു കവറിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണെന്നറിയില്ല നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കായുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് അങ്ങനെ പഴുത്തിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പഴത്തിലേക്ക് വന്നില്ല, എല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എങ്കിലും നമുക്കത് വലുതായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പഴത്തിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം അതേ ഫ്ലവറൊക്കെ കണ്ടോ നിങ്ങൾ, നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പ്ലാന്റ് എന്ന് പറയുന്നത് അറിയാം, നമ്മുടെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആപ്പിൾ ജാമ്പയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ ജാമ്പയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്കുള്ളത് ജാമ്പ വെറൈറ്റീസാണ്. ആപ്പിൾ ജാമ്പ, ദൽഹരി, ഉമ്മർ ജാമ്പ, ഗ്രീൻ ആപ്പിൾ, പിന്നെ നമ്മുടെ കിങ്ങിണി ജാമ്പ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ടെറസിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ നാടൻ ജാമ്പ താഴെയുണ്ട്. പക്ഷെ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ആപ്പിൾ ജാമ്പയാണോ റെഡ് ആപ്പിൾ ജാമ്പയാണോ എന്ന് കായ്ച്ചാലേ അറിയുള്ളൂ. ഇതും 1 year ആയ ഒരു പ്ലാന്റാണ്, ഇവിടെ കൊണ്ടുവച്ചിട്ട് 1 year ആയ ഒരു പ്ലാന്റാണ്. ഇത് ഗ്രൂമിച്ചാമ. ഇത് ഒരു ചെറിയ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. സെയിം ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും 1 year ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സാണ്. വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയൊരു പ്ലാന്റായിട്ടായിരുന്നു, പക്ഷേ ഇപ്പം നന്നായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് അതിന്. പക്ഷേ ഫ്രൂട്ട്സ് ഇതുവരെ വന്നിട്ടില്ല. അതിന് എത്ര നാളെടുക്കും എന്നൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഫ്രൂട്ട്സ് വരാനായിട്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയില്ല. ബട്ട് ഓൾമോസ്റ്റ് ഒരു ചെറീൻ്റെ ഫാമിലിയിൽ പെട്ടതാണെന്നാണ് എൻ്റെ അറിവ്. ഇത് ആക്ച്വലി തായ്ലാൻഡ് ലെമണാണ്. ശരി, എന്താ പറ്റിയെന്നറിയില്ല, പ്ലാന്റിന് ഫുള്ളൊരു യെല്ലോയിഷ് ടിൻ്റൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ലീഫിലും ഒക്കെ. എന്തോ ഇൻസെക്റ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്രൂട്ട്സും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും തായ്ലാൻഡ് ലെമൺ ഞാൻ കേട്ടിട്ടുള്ളത് ഓൾമോസ്റ്റ് ഓൾ സീസൺ ലെമൺ എന്നാണ്. പക്ഷേ ഇതിലുവരെ എനിക്കിതിന്ന് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് കേട്ടോ. ഇത് മറ്റേ ബീറ്റ്റൂട്ട് ഗുവയാണ്. എനിക്ക് 2-3 ഫ്രൂട്ട്സ് ഇതിന്ന് കിട്ടി. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു ഗുവാണ്, ഗുവ വെറൈറ്റി ആണ്. ഓൾമോസ്റ്റ് 1 year ആയ പ്ലാന്റ്. റെഡ് സ്ട്രോബെറി ഗുവാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ നോർമലി ഇത് ഫസ്റ്റ് ഫ്ലവറിങ്ങിലൊന്നും ഫ്രൂട്ട് തരില്ല എന്നാണ് പറയുന്നത്. ഇതെനിക്ക് ഫസ്റ്റ് ഫ്ലവറിങ് ആണ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ് കേട്ടോ, നല്ല വലിയ പ്ലാന്റാണ്. ലിപ്പിലിയും ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ജാമ്പയുടെയൊക്കെ ഒരു വെറൈറ്റിയാണ്, അതിൻ്റെ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. ആ ഒരു ടാർട്ട് ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇതിനും. കായ്ച്ചിട്ടില്ല. പ്ലാന്റ് ഹെൽത്തിയാണ്, ഭയങ്കര ബുഷിയാണിത്. കാണുമ്പോൾ നല്ല രസമാണ് നിൽക്കുന്ന കാണാൻ. നമ്മൾ കട്ട് ചെയ്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്ന ചെടീനെ മാതിരി ഉള്ള ഒരു പ്ലാന്റാണ്. ഇത് നെല്ലിയാണ്, സാധാരണ നെല്ലി. അതിൻ്റെ ഗ്രാഫ്റ്റഡ് വേർഷൻ. കണ്ടിട്ടൊരു ഇങ്ങനെ കറുത്തിട്ടൊക്കെ ഒരു ഭംഗിയില്ലാത്ത മാതിരിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ, കായ്ക്കുമ്പോൾ അറിയാം ഏത് ടൈപ്പാണ്. ക്യാറ്റ് ഫ്രൂട്ടാണ്, ക്യാറ്റ് ഫ്രൂട്ട്. സോ ഇത് ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി ഫ്ലവേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് നട്ടതിന് ശേഷം ഇതുവരെ അത് ഫ്ലവറിങ് ചെയ്തിട്ടില്ല. ഇതൊരു ജാമ്പയുടെ വെറൈറ്റിയിൽ വരുന്നതാണ്, അവരുടെ ഫാമിലിയിൽ വരുന്നതാണ്. പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഒത്തിരി ആഗ്രഹം, കാണാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു പ്ലാന്റാണ്. ഇത് സെഡാർ ബേ ചെറി. ഞാൻ വാങ്ങി നട്ട അന്ന് മുതൽ എനിക്ക് ഫ്രൂട്ട് ആൻഡ് ഫ്ലവർ കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന ഒരു ചെടിയാണ്. ഭയങ്കര കുഞ്ഞനാണ്, കണ്ടോ ഇത്രേ ഉള്ളൂ. ബട്ട് എപ്പോഴും ഇതിൽ ഒരു ഫ്രൂട്ടെങ്കിലും ഉണ്ടാവും, അത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും.
എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5-6 ഫ്രൂട്ട്സ് ഈ ചെറിയ പ്ലാന്റിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് ഷൂട്ടിങ്ങിൽ. പക്ഷേ നമുക്കിങ്ങനെ നുള്ളിക്കളയാൻ തോന്നില്ലല്ലോ, അതുകൊണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് ഒരു ജാമ്പ വെറൈറ്റിയാണ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ജാമ്പയുടെ തന്നെ ഏതോ റെഡോ ഗ്രീനോ ആണ്. പ്ലാന്റ് ഹെൽത്തിയാണ്, പക്ഷേ പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ അനദർ വെറൈറ്റി ഓഫ് വാട്ടർ ആപ്പിൾ. അപ്പോൾ ഇതും കുറച്ച് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നമുക്ക് അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഭയങ്കര തിക്കാണ് കേട്ടോ. പക്ഷേ എന്താ ഫ്ലവർ ആവാത്തതെന്ന് എനിക്കറിയില്ല, എത്ര നാളെടുക്കണമെന്നും എനിക്കറിയില്ല. വെയിറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ വച്ചിട്ട്. ആൻഡ് എൻ്റെ സെല്ലർ പറഞ്ഞത് ഞാൻ 2-3 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ്. ഓക്കെ, അപ്പോൾ അത് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് പൂവിനും കായ്ക്കും വേണ്ടി വന്നിട്ട് കാര്യമുള്ളൂ. ഇതാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഇപ്പം നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇത് ഗുവ ആണ്. വെറൈറ്റി ഇതൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാനിത് ആർക്കാക്കിരൺ എന്ന് പറഞ്ഞ രീതിയിൽ വാങ്ങിയതാണ്. ബട്ട് വന്നപ്പോൾ ഇത് വൈറ്റ് കളർ ഗുവ ആണ്. അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി എന്ന് എനിക്കറിയില്ല. ബട്ട് ടേസ്റ്റിയാണ്. എനിക്ക് ഓൾറെഡി ഇതിന്നൊരു 4 or 5 ഫ്രൂട്ട് കിട്ടി ലാസ്റ്റ് സീസണിൽ. ഇപ്പോൾ ഈ സീസണിൽ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ കായ്ക്കാൻ അനുവദിക്കാൻ പാടുണ്ടോ എന്നും അറിയില്ല. കാരണം ബിക്കോസ് ഇതൊരു ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട്സ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ബട്ട് നമുക്ക് മുറിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കട്ട് ചെയ്ത് കളയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിർത്തിയിരിക്കുന്നതാണ്, പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ. സോ ചെറിയ പ്ലാന്റാണ്, പക്ഷെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതും ഒരു റെഡ് ഗുവ ആണ്. ഇതിലൊരു ചെറിയ പർപ്പിൾ അല്ലെങ്കിൽ റെഡ് കളർ ഗുവ ആണ് ഉണ്ടാവുക. ചെറിയ ഫ്രൂട്ടാണ്, ബട്ട് ടേസ്റ്റിയാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റുള്ള ഒരു ഗുവ ആണ് കേട്ടോ. ഇതിൽ എനിക്ക് 2-3 പ്ലാന്റ് കിട്ടി, ഫ്രൂട്ട് കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാമ്പ വെറൈറ്റിയിൽ ഒരു സെക്കൻഡ് ജാമ്പയാണ്. എനിക്ക് ഏതാണ് ജാമ്പയെന്നത് അറിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുക. ബിക്കോസ് ഇത് ഞാൻ വാങ്ങിയപ്പോൾ കുറേ ജാമ്പ മിക്സ് ചെയ്താണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് നട്ട സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന്. ഇതുവരെ കായ്ച്ചിട്ടില്ല, ബട്ട് വെരി ഹെൽത്തി പ്ലാന്റ്. ആൻഡ് ദിസ് വൺ ഇസ് സ്വീറ്റ് ലൂവി. നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതിൽ. എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ട്, നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം അത് കായ്ക്കുകയാണ്. സോ ഞാൻ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നിറയെ ഉണ്ട്, എല്ലാ കൊമ്പിലും ഫ്ലവേഴ്സ് ഉണ്ട്. എത്ര കായ ഉണ്ടാവുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ജാമുൻ വെറൈറ്റിയാണ്, ബൊറോളി ജാമുനോ അങ്ങനെ എന്തോ പറയും. സോ എനിക്കറിയില്ല ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയാണെന്ന്. സ്വീറ്റാണെന്നാണ് പറഞ്ഞത്. സാധാരണ ജാമുന് നമുക്കൊരു ടാർട്ട് ടേസ്റ്റ് അല്ലേ വരിക, പക്ഷേ ഇത് സ്വീറ്റാണ്. സീഡൊക്കെ വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി ബിഗർ സൈസാണ് എന്ന് പറഞ്ഞു തന്നു. ഇതുവരെ കായ്ച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജാമുൻ്റെ സീസണാണ്, ബട്ട് ഇത് ആയിട്ടില്ല. നമുക്ക് നോക്കാം. ബട്ട് നല്ല പ്ലാന്റാണ് കേട്ടോ, ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. നൗ ദ സ്റ്റാർ ഓഫ് മൈ ഗാർഡൻ, കുംകുവാട്ട് ഓറഞ്ച്. അപ്പോൾ ഇത് നോക്കിയാൽ നല്ലൊരു ഓറഞ്ച് കളറിൽ ഒരെണ്ണമുണ്ട്. ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ വന്നു. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കിന്നോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ചാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ് കേട്ടോ. സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്. ഒത്തിരി ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇലിയൻ യെല്ലോ ഗുവ ആണ്, ചെറിയ ഗുവ ആണ്, മിനി ഗുവ ഇല്ലേ അതേപോലത്തെയാണ്. ഇതിൽ 1-2 ഫ്ലവർ വന്നിട്ടുണ്ട്. അത് പക്ഷേ ഫസ്റ്റ് ടൈം ഫ്ലവറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവുമോ, അത് കായാവോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് നമുക്ക് നോക്കാം കായ് വരുമോ ഇല്ലയോ എന്ന്. ഇത് നമ്മുടെ ജബോട്ടിക്കാവ, മരമുന്തിരി എന്ന് പറയും. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടൈം ആയിട്ടില്ല. ഞാൻ വാങ്ങിയപ്പോൾ തന്നെ
സെല്ലർ എന്നോട് പറഞ്ഞിരുന്നു മിനിമം 3 to 4 years നിങ്ങൾ ജബൂട്ടിക്കാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. സോ ഇതൊരു 1 year ആയതേ ഉള്ളൂ. സോ വലുതാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കൗണ്ടിങ് ഇയേഴ്സ് ആൻഡ് വെയിറ്റിംഗ്. ഇതൊരു വലിയ ചാമ്പ വെറൈറ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഉമ്മർ, ദൽഹരി അങ്ങനത്തെ ടൈപ്പ് ചാമ്പയിൽ ഏതോ ഒരെണ്ണമാണ്, എനിക്കറിയില്ല. പക്ഷേ വലിയ പ്ലാന്റാണ് കേട്ടോ, നല്ല ഹൈറ്റ്, ഏകദേശം എൻ്റെ ഹൈറ്റുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് 1 year ആയിട്ടുള്ളെങ്കിൽ പോലും നല്ല ഗ്രോത്ത് വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് പൂവുണ്ട് അല്ലേ, പക്ഷേ എനിക്കിതുവരെ അതിൽ കായ പിടിച്ചിട്ടില്ല. പൂവ് നിറയെ ഉണ്ടാകുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. പ്ലാന്റ് കുറച്ച് ഹെൽത്തിയാണ്. വേറെ എന്താ പ്രശ്നം എന്നറിയില്ല. മേ ബി ഞാൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും ഒരു സ്റ്റേബിൾ ഫ്രൂട്ടിങ് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കിങ്ങിണി ചാമ്പയില്ലേ, കിങ്ങിണി ചാമ്പേൻ്റെ സീഡ്ലെസ് വെറൈറ്റിയാണ്. ചെറിയതിലേ തന്നെ ഒത്തിരി കായ്ക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം ചാമ്പ സീസണായിട്ട് പോലും ഇത് കായ്ച്ചിട്ടില്ല. കുറച്ച് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇലയൊക്കെ ബ്രൗൺ കളറായി, യെല്ലോയിഷായി, കുറേയൊക്കെ കൊഴിഞ്ഞു പോയി, അങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഫുൾ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് അല്ല. പക്ഷെ ഞാനിപ്പം കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ കായ്ക്കുമോ ഇല്ലയാണ്. എനിക്ക് ഉള്ള 2 ജയൻസിനെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമണാണ്. സോ എപ്പോഴും ഓൾ സീസൺ ലെമണാണ്. സോ എപ്പോഴും ഇതിൽ ഒരു ലെമൺ അല്ലെങ്കിൽ 2 ലെമൺ എപ്പോഴും ഉണ്ടാവും. ഇത് നിൽക്കണ 2 എണ്ണം ഉണ്ട്. ആ സൈഡിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഒരെണ്ണം ഇവിടെ അതെ ഫ്ലവേർഡായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലവർ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഇതിൽ ഒരു ലെമൺ നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ഇതുപോലെ തന്നെയാണ് എനിക്ക് വാങ്ങിയ അന്ന് മുതൽ ഒരു ലെമൺ ഉണ്ട്. കുറച്ച് വലിയ പ്ലാന്റാണ് കേട്ടോ. സെക്കൻഡ് ജയൻറ്റ് ഇത് സ്ട്രോബെറി ഗുവ ആണ്, പൈനാപ്പിൾ സ്ട്രോബെറി ഗുവ. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് 2-3 സ്ഥലത്ത് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കഴിഞ്ഞ സീസണിൽ ഫ്ലവർ വന്നിട്ട് ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കായ കിട്ടിയില്ല. അപ്പം ഇപ്രാവശ്യം കായ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. സോ ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഇതിന് കൊടുത്തിട്ടില്ല. എങ്ങനെ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, കുറച്ച് വലിയ പ്ലാന്റാണ്. ഞാനത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഓൾറെഡി അതിൻ്റെ സ്റ്റെം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഭയങ്കര സ്ട്രോങ് ആൻഡ് തിക്കാണ്. അപ്പോൾ നമ്മുടെ കവറിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗാർഡൻ, ടെറസ് ഗാർഡൻ ഫോർ ഫ്രൂട്ട് പ്ലാന്റ്സ്. പിന്നെ കുറച്ച് മാമ്പഴമൊക്കെ ഉണ്ട് അല്ലേ പുറത്തുനിന്ന്.